Question number 14. Integral x log x whole square dx. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ട് ലോഗറിതമിക് ഫംഗ്ഷനും ആൾജിബ്രിക്കും വന്നു കഴിഞ്ഞാൽ ആദ്യം ലോഗറിതമിക് ഫംഗ്ഷൻ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ആൾജിബ്രിക് ഫംഗ്ഷനെ സെക്കൻഡ് ആയിട്ട് എടുക്കും. അപ്പം ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ലോഗ് എക്സ് ഇൻറ്റു 1 ബൈ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എക്സ്, അതായത് എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ് എന്ന് എഴുതും. ഇനി എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ ഈ 2 ക്യാൻസൽ ഒരു എക്സും ക്യാൻസൽ ആകുമ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് വരും. ഇവിടെയും നമ്മൾ ഇനി ആ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. അവിടെയും ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. അപ്പോൾ എക്സും ക്യാൻസൽ ആകുന്നു. അപ്പോൾ എന്തെങ്കിലും എക്സ് ബൈ 2 ഡി എക്സ് എന്ന് വരും. ഇത് എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ എക്സ് ബൈ 2 ഡി എക്സ്. ഇൻറ്റഗ്രൽ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വരും. അപ്പോൾ ആൻസർ എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ലോഗ് എക്സ് ഡി എക്സ്. ഇവിടെ ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും എക്സ് സ്ക്വയർ പ്ലസ് 1നെ സെക്കൻഡ് ഫംഗ്ഷനുമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3 1ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എക്സ് എന്ന് വരും മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതായത് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ്. ഇനി ഈ 1 ബൈ എക്സിന് ഓരോ ടേമിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? എക്സും ക്യാൻസലായി ഇവിടെ എക്സ് സ്ക്വയർ ബൈ 3യും വരും. എക്സും ക്യാൻസലായിട്ട് ഇവിടെ 1 ഡി എക്സ് എന്നും വരും. ഇനി ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 3 1 ബൈ 3 കോൺസ്റ്റൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ സൈൻ പുറത്തെടുത്തിട്ട് ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ബൈ 3, അപ്പം എക്സ് ക്യൂബ് ബൈ 9 എന്ന് വരും. പ്ലസ് 1 ഡി എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വരും. ഈ മൈനസ് സൈനും കൂടെ ചേരുമ്പോൾ മൈനസ് എക്സ്. അപ്പോൾ ആൻസർ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 9 മൈനസ് എക്സ് പ്ലസ് സി. ഇൻറ്റഗ്രൽ ക്വസ്റ്റ്യൻ നമ്പർ 16. ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഇക്വേഷൻ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഈ എക്സസൈസ് തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ഇൻറ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. അതായത് ഈ തന്നിരിക്കുന്ന എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് തൊട്ടടുത്ത് പ്ലസ് സൈനിട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇവിടെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നാണ്. അപ്പോൾ എഫ് എക്സിനെ സൈൻ എക്സ് ആയിട്ട് എടുത്താൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഫോർമാറ്റിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സിൻ്റെ പ്ലേസിൽ സൈൻ എക്സ് ആണ്. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വൺ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഇ റൈസ് ടു എക്സിന് ഫസ്റ്റ് എഴുതിയിട്ട് മറ്റേ എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി ഇതിനെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് നമുക്ക് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്നുള്ള ഫോമിലോട്ട് മാറ്റാം. അതായത് എക്സിന് ഒരു +1 -1 ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 ഒരു ടേമായിട്ടും -1ന് വേറൊരു ടേമായിട്ട് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 1ഉം ക്യാൻസൽ ആകുമ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇനി 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? -1 ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ എക്സിൻ്റെ പ്ലേസിൽ 1 പ്ലസ് എക്സ് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ 1 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇതിനെ നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതിനെ എഫ് എക്സും വരുവാണെങ്കിൽ -1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എഫ് ഡാഷ് എക്സ് എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് പ്ലസ് സി ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് പ്ലസ് സി.
ഇതിൽ എഫ് എക്സ് എന്ന് പറയുന്നത് 1/1 + എക്സും എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് -1/1 + x² എന്നും വരും. ക്വസ്റ്റ്യൻ നമ്പർ 18 ഇൻ്റഗ്രൽ e⁻x × 1 + sin x / 1 + cos x dx. ഇവിടെ 1 + sin x രണ്ട് ടേമായിട്ട് എടുത്തിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. അപ്പോൾ 1/1 + cos x എന്ന് എഴുതാം, sin x / 1 + cos x എന്ന് എഴുതാം. sin 2x എന്ന് പറയുന്നത് 2 sin x cos x ആണല്ലോ. അപ്പോൾ ഇവിടെ ഇവിടെ 2x വന്നപ്പോൾ ഇവിടെ x വരും. അപ്പോൾ ഇവിടെ x വരുവാണെങ്കിൽ ഇവിടെ x/2, അതായത് sin x എന്ന് പറയുമ്പോൾ 2 cos x/2 × sin x/2 എന്ന് എഴുതാം. ഇനി 1 + cos x എന്ന് പറയുന്നത് 2 cos² x/2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 1/2 × cos² x/2 പ്ലസ് sin x-ൻ്റെ പ്ലേസിൽ 2 cos x/2 × sin x/2 എന്ന് എഴുതും. 1 + cos x-ൻ്റെ പ്ലേസിൽ 2 cos² x/2 × dx എന്ന് എഴുതും. 1/2 × 1/cos² x എന്ന് പറയുന്നത് sec² x. അപ്പോൾ 1/cos² x/2 എന്ന് പറയുമ്പോൾ sec² x/2 പ്ലസ് tan x/2 dx. ഇനി ഇതിൽ ഏതിൻ്റെ ഡെറിവേറ്റീവാണ് മറ്റേ ഫംഗ്ഷൻ, അതായത് tan x. നമുക്കറിയാം tan x-ൻ്റെ ഡെറിവേറ്റീവാണ് sec² x എന്ന്. അപ്പോൾ നമ്മൾ എഫ് എക്സ് എന്നുള്ളതിന് tan x/2 എന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് എങ്ങനെ വരും? 1/2 × sec² x/2 വരും. അതായത് ഇത് എഫ് ഡാഷ് എക്സ് ഫംഗ്ഷനും ഇത് എഫ് എക്സ് ഫംഗ്ഷനുമായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? e⁻x × f(x). അപ്പോൾ e⁻x × tan x/2 + c. ക്വസ്റ്റ്യൻ നമ്പർ 19 ഇൻ്റഗ്രൽ e⁻x × 1/x - 1/x² dx. ഇവിടെ അത് ഡയറക്റ്റായിട്ട് കിടക്കുകയാണ്. അതായത് d/dx ഓഫ് 1/x ആണ് എന്ത്? -1/x². അങ്ങനെയാണെങ്കിൽ e⁻x × 1/x + -1/x² എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? e⁻x × 1/x + c, e⁻x + x + c.